ഞങ്ങൾ 2024 ജൂലൈ 30 മുതൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ പന്ത് തട്ടുന്ന പോലെ തട്ടിക്കളിക്കുക. കേരളം എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ബഹുമാനപ്പെട്ട സഹദേവട്ട ഇവിടെ പറയേണ്ടത് എല്ലാം കൊടുക്കുന്നുണ്ടെന്ന്. ഞാനൊരു ദുരന്തബാധിതനാണ്. ഞാൻ ബഹുമാനപ്പെട്ട അനിലേട്ടൻ എൻ്റെ പേരെടുത്താണ് പറഞ്ഞത്. ദുരന്തം വന്ന സമയത്ത് 2400 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെ കിട്ടുന്നുണ്ട്, 7 സെൻറ്റ് സ്ഥലം. ഞങ്ങൾക്ക് വേണ്ടി പണം പിരിവ് നടത്തുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് 10 സെൻറ്റ് സ്ഥലം 1000 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. 783 കോടി രൂപ കയ്യിലായപ്പോൾ ഇവർ മേപ്പാടിക്കാർക്ക് 5 സെൻറ്റും മേപ്പാടിയിൽ 10 സെൻറ്റും കൽപ്പറ്റ 5 സെൻറ്റും ആക്കി. ഈ രീതിയിലൊക്കെ ഞങ്ങളെല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി മുട്ടിൽ വെച്ച് ഞങ്ങളുടെയൊക്കെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. 1023 വീട് നൽകാമെന്നാണ് അനിയേട്ട പറഞ്ഞത്. ചീഫ് സെക്രട്ടറി രേഖയുണ്ട്, വെറുതെ ഞങ്ങളൊരു തമാശ പറയുന്നതല്ല. 1023 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് വെറും 402 ഒതുക്കിയത് എന്തുകൊണ്ടാണ്? പാവപ്പെട്ട അട്ടമലയിലും പടവെട്ടിക്കുന്നിലും റാട്ടപ്പാടിയിലും കൊയിനാക്കുളം ഗോപിമൂല ഇങ്ങനെ ചൂരൽമല പ്രദേശങ്ങളിൽ നമ്മുടെ ബെയിലി പാലം കഴിഞ്ഞു പോയിട്ട് തന്നെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരുടെയൊക്കെ കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകളെ ശവത്ത് ചവിട്ടി പോകേണ്ട ഗതികേട് വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ 1023 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ എന്താണ് സർക്കാരിന്